ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 3ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ നിന്നും ജനറൽ സയൻസ്, അതിലെ നാച്ചുറൽ സയൻസിലെ ആദ്യത്തെ ടോപ്പിക്കായിട്ടുള്ള മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100 ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നാച്ചുറൽ സയൻസിൽ നിന്ന് 10 മാർക്കാണ് നമുക്കുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബേസ് ലെവൽ, അതായത് സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങിയിട്ടുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും അത്യാവശ്യം പഠിച്ച് റിവിഷൻ ലെവലിൽ എത്തി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും. ബേസ് ലെവൽ മുതലുള്ള ചോദ്യങ്ങൾ മുതൽ അഡ്വാൻസ് ലെവലിലുള്ള റിവിഷൻ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 100 ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശം. രണ്ടാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില 37 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യ ശരീരത്തിലെ ശരാശരി താപനില 37 ഡിഗ്രി സെൽഷ്യസ്. മൂന്നാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. നാലാമത്തെ ചോദ്യം: ഏറ്റവും ചെറിയ അവയവം പീനിയൽ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവം ഏതാണ്? പീനിയൽ ഗ്രന്ഥി. അടുത്തത് 5ാമത്തെ ചോദ്യമാണ്: ഏറ്റവും വലിയ ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി. ഉത്തരം കരൾ. ഉത്തരം കരൾ. ഏറ്റവും വലിയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി തുടയിലെ പേശിയാണ്. 7ാമത്തെ ചോദ്യം: ഏറ്റവും നീളമുള്ള ഞരമ്പ്. ഏറ്റവും നീളമുള്ള ഞരമ്പ്. ഉത്തരം സയാറ്റിക് ഞരമ്പ്. ഉത്തരം സയാറ്റിക് ഞരമ്പ്. ഏറ്റവും നീളമുള്ള ഞരമ്പ് ഏതാണ്? സയാറ്റിക് ഞരമ്പ്. 8ാമത്തെ ചോദ്യം: മനുഷ്യന് എത്ര ക്രോമസോമുകൾ ഉണ്ട്? മനുഷ്യന് എത്ര ക്രോമസോമുകൾ ഉണ്ട്? ഉത്തരം 23 ജോഡി ക്രോമസോമുകൾ. മനുഷ്യന് എത്ര ക്രോമസോമുകൾ ഉണ്ട്? 23 ജോഡി. 9ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം. ഉത്തരം 639. 639. അടുത്തത്: മനുഷ്യന് എത്ര വാരിയെല്ലുകൾ ഉണ്ട്? മനുഷ്യന് എത്ര വാരിയെല്ലുകൾ ഉണ്ട്? 12 ജോഡി വാരിയെല്ലുകൾ. അടുത്തത്: നട്ടെല്ലിൽ എത്ര കശേരുക്കൾ ഉണ്ട്? നട്ടെല്ലിൽ എത്ര കശേരുക്കൾ ഉണ്ട്? 33. ഉത്തരം 33. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യനിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. 13ാമത്തെ ചോദ്യം: വൈറ്റമിൻ എ സംഭരിച്ചു വെക്കുന്ന ഗ്രന്ഥി. വൈറ്റമിൻ എ സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ്? കരൾ ഗ്രന്ഥിയിലാണ്. ഉത്തരം കരൾ. 14ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏക കോശം. മനുഷ്യ ശരീരത്തിൽ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ഏക കോശം ഏതാണ്? അണ്ഡം. 15ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശം ഏതാണ്? അണ്ഡമാണ്. 16ാമത്തെ ചോദ്യം: ഏറ്റവും ചെറിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം പുംബീജം. ഏറ്റവും കാഠിന്യമുള്ള വസ്തു ഇനാമൽ. പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വസ്തു. കരളിൽ നിന്നുള്ള സ്രവത്തിന്റെ പേര്. കരളിൽ നിന്നുള്ള സ്രവത്തിന്റെ പേരാണ് ബൈൽ. ഉത്തരം ബൈൽ. ബൈലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകം. ബൈലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകം ബിലിറൂബിൻ. ബൈലിന് മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏതാണ്? ബിലിറൂബിൻ. 20ാമത്തെ ചോദ്യം: ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണകം മെലാനിൻ. ശരീരത്തിന് നിറം നൽകുന്ന വർണ്ണകം മെലാനിൻ. 21ാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. ഉത്തരം കരളിൽ. 22ാമത്തെ ചോദ്യം: മാറ്റിവെക്കപ്പെട്ട ആദ്യ മനുഷ്യ അവയവം. മാറ്റിവെക്കപ്പെട്ട
ആദ്യ മനുഷ്യ അവയവം ഏതാണ്? കരളാണ്. ഉത്തരം കരൾ. 23ാമത്തെ ചോദ്യം, പ്രോട്ടീനുകളുടെ ഏറ്റവും ലഘുവായ രൂപം. പ്രോട്ടീനുകളുടെ ഏറ്റവും ലഘുവായ രൂപം അമിനോ ആസിഡ്. ഉത്തരം അമിനോ ആസിഡ്. പ്രോട്ടീനുകളുടെ ഏറ്റവും ലഘുവായ രൂപം അമിനോ ആസിഡ്. 24ാമത്തെ ചോദ്യം, ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരം. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരം. ഉത്തരം പ്ലൂറ. ഉത്തരം പ്ലൂറ. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. അടുത്തത്, മനുഷ്യന്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ്. മനുഷ്യന്റെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം ഏതാണ്? മാഗ്നീസ് ആണ്. മാഗ്നീസ് ആണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം. 28ാമത്തെ ചോദ്യം, ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകം. പ്രോട്ടോപ്ലാസം. ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? പ്രോട്ടോപ്ലാസം. ഉത്തരം പ്രോട്ടോപ്ലാസം. അടുത്തത് 29ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അരിപ്പ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ. ഉത്തരം വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഏതാണ്? വൃക്കയാണ്. 30ാമത്തെ ചോദ്യം, ചെറുകുടലും വൻകുടലും ചേരുന്ന ഭാഗം. ചെറുകുടലും വൻകുടലും ചേരുന്ന ഭാഗം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇലിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചെറുകുടലും വൻകുടലും ചേരുന്ന ഭാഗമാണ് ഇലിയം. അടുത്തത്, ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനത്തെ, ഹാർട്ട് ബീറ്റിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. 32ാമത്തെ ചോദ്യം, ഹൃദയത്തിന്റെ ഇടത്തുഭാഗത്തുകൂടി ഒഴുകുന്ന രക്തം. ഹൃദയത്തിന്റെ ഇടത്തുഭാഗത്തുകൂടി ഒഴുകുന്ന രക്തം അശുദ്ധ രക്തം. ഹൃദയത്തിന്റെ ഇടത്തുഭാഗത്തുകൂടി ഒഴുകുന്ന രക്തം അശുദ്ധ രക്തം. അടുത്തത്, ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ. ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ അഡ്രിനാലിൻ. ഉത്തരം അഡ്രിനാലിൻ. ഹൃദയമിടിപ്പ് വർദ്ധിക്കാൻ കാരണമായ ഹോർമോൺ അഡ്രിനാലിൻ. 34ാമത്തെ ചോദ്യം, ഹൃദയത്തെ പൊതിഞ്ഞ സ്ഥലം. ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം പെരിക്കാർഡിയം. ഉത്തരം പെരിക്രാഡിയം. 35ാമത്തെ ചോദ്യം, അർബുദം ബാധിക്കാത്ത അവയവം. ഹൃദയമാണ് അർബുദം ബാധിക്കാത്ത അവയവം. 36ാമത്തെ ചോദ്യം, ആദ്യത്തെ കൃത്രിമ ഹൃദയം. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. 37ാമത്തെ ചോദ്യം, രണ്ട് സ്പന്ദനങ്ങൾക്കിടയിൽ ഹൃദയം എത്ര സെക്കൻഡ് വിശ്രമിക്കുന്നു? രണ്ട് ഹൃദയ സ്പന്ദനങ്ങൾക്കിടയിൽ ഹൃദയം എത്ര സെക്കൻഡ് വിശ്രമിക്കുന്നു? 0.48 സെക്കൻഡ് ആണ് വിശ്രമിക്കുന്നത്. അടുത്തത്, തലയോട്ടിയിൽ ചലിപ്പിക്കാവുന്ന ഏക അസ്ഥി. തലയോട്ടിയിൽ ചലിപ്പിക്കാവുന്ന ഏക അസ്ഥി ഏതാണ്? താടിയെല്ല്. ഉത്തരം താടിയെല്ല്. 39ാമത്തെ ചോദ്യം, മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം. മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഉത്തരം സെറിബെല്ലം. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്, ശരീരത്തിന്റെ സന്തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിന്റെ സന്തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഉത്തരം സെറിബെല്ലം. 41ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം സെറിബ്രം. ഉത്തരം സെറിബ്രം. 42ാമത്തെ ചോദ്യം, സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണുന്ന നാഡീകേന്ദ്രം. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന നാഡീകേന്ദ്രം. ഉത്തരം തലാമസ്. ഉത്തരം തലാമസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 പാളിയുള്ള സ്ഥലം. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 പാളിയുള്ള സ്ഥലം. ഉത്തരം മെനിഞ്ചസ്. ഉത്തരം മെനിഞ്ചസ്. 44ാമത്തെ ചോദ്യം, സുഷുപ്നയുടെ നീളം. സുഷുപ്നയുടെ നീളം 45 സെന്റിമീറ്റർ. 45 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം,
നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന മസ്തിഷ്ക ഭാഗം. നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സുഷുപ്ന. ഉത്തരം സുഷുപ്ന. സുഷുപ്നയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം. സുഷുപ്നയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഉത്തരം മെഡുല്ല ഒബ്ലാങ്കേറ്റ. അടുത്തത് 47ാമത്തെ ചോദ്യമാണ്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഉത്തരം മെഡുല്ല ഒബ്ലാങ്കേറ്റ. മെഡുല്ല ഒബ്ലാങ്കേറ്റ. അടുത്തത് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22. വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ്. ഉത്തരം ഹൈപ്പോതലാമസ്. 50ാമത്തെ ചോദ്യം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ടുള്ള മസ്തിഷ്ക ഭാഗം. സംസാരശേഷിയുമായി ബന്ധപ്പെട്ടുള്ള മസ്തിഷ്ക ഭാഗം. ഉത്തരം ബ്രോക്കോയുടെ പ്രദേശം. ഉത്തരം ബ്രോക്കോയുടെ പ്രദേശം. 51ാമത്തെ ചോദ്യം. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. ബേസിക് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അടുത്തത് 52ാമത്തെ ചോദ്യം. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. ഉത്തരം തൈമസ് ഗ്രന്ഥി. 53ാമത്തെ ചോദ്യം. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? പീയൂഷ ഗ്രന്ഥിയാണ് നായക ഗ്രന്ഥി. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥി. അടുത്തത് 54ാമത്തെ ചോദ്യമാണ്. ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ആദാമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. ഉത്തരം തൈറോയിഡ് ഗ്രന്ഥി. 55ാമത്തെ ചോദ്യം. ഉമ്മുനീരിലുള്ള രാസാഗ്നി. ഉമ്മുനീരിലുള്ള രാസാഗ്നി. ഉത്തരം അമിലേസ്. ഉത്തരം അമിലേസ്. 56ാമത്തെ ചോദ്യമാണ്. ഇൻസുലിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം. ഇൻസുലിനിൽ അടങ്ങിയിട്ടുള്ള ലോഹം. ഉത്തരം സിങ്ക്. ഉത്തരം സിങ്ക്. 57ാമത്തെ ചോദ്യം. ആമാശയ രസത്തിലെ രാസാഗ്നി. ആമാശയ രസത്തിലെ രാസാഗ്നി ഏതാണ്? പെപ്സിൻ. ഉത്തരം പെപ്സിൻ. അടുത്തത് 58ാമത്തെ ചോദ്യമാണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ. ഉത്തരം 25 സെന്റിമീറ്റർ. 59ാമത്തെ ചോദ്യം. കണ്ണിനുള്ളിലെ പ്രകാശ സംവേദന പാളി. കണ്ണിനുള്ളിലെ പ്രകാശ സംവേദന പാളി. ഉത്തരം റെറ്റിന. ഉത്തരം റെറ്റിന. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന അവയവം. ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന അവയവം ഏതാണ്? കണ്ണാണ്. 60ാമത്തെ ചോദ്യമായിരുന്നു. അടുത്തത് 61ാമത്തെ ചോദ്യം. കണ്ണിലെ ലെൻസ്. കണ്ണിലെ ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ കണ്ണിനുള്ളത്. അടുത്തത് 62ാമത്തെ ചോദ്യം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യം. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഏതാണ്? ഗ്ലോക്കോമ. ഉത്തരം ഗ്ലോക്കോമ. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യം ഗ്ലോക്കോമ. 62ാമത്തെ ചോദ്യം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ലൈസോസൈം. ഉത്തരം ലൈസോസൈം. 64ാമത്തെ ചോദ്യം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. 65ാമത്തെ ചോദ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജിൻ. ഫൈബ്രിനോജിൻ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ. അടുത്ത 66ാമത്തെ ചോദ്യം. ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത്. ശരീരത്തിലെ പട്ടാളക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. ഉത്തരം ശ്വേതരക്താണുക്കൾ. 67ാമത്തെ ചോദ്യം. മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. മനുഷ്യന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം 7. 68ാമത്തെ ചോദ്യം.
ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ. ഏറ്റവും വലിയ അസ്ഥി ഫീമർ. 69ാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. ഏറ്റവും വലിയ അസ്ഥി ഫീമറും ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസുമാണ്. അടുത്തത് 70ാമത്തെ ചോദ്യമാണ്, അസ്ഥികളെക്കുറിച്ചുള്ള പഠനം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അടുത്തത് യുവത്വ ഹോർമോൺ ഏതാണ്? 71ാമത്തെ ചോദ്യം, യുവത്വ ഹോർമോൺ ഏതാണ്? തൈമോസിൻ. ഉത്തരം തൈമോസിൻ. 72ാമത്തെ ചോദ്യം, അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ഉത്തരം അഡ്രിനാലിൻ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. 73ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഉത്തരം തൈറോക്സ്. ഉത്തരം തൈറോക്സ്. 74ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകളാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ. 76ാമത്തെ ചോദ്യം, രക്തചംക്രമണം കണ്ടെത്തിയത്. രക്തചംക്രമണം കണ്ടെത്തിയത് ആരാണ്? വില്യം ഹാർവി. വില്യം ഹാർവി ആണ് രക്തചംക്രമണം കണ്ടെത്തിയത്. അടുത്തത് 77ാമത്തെ ചോദ്യമാണ്, വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കിർവി. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കിർവി. 78ാമത്തെ ചോദ്യം, കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ B12. വൈറ്റമിൻ B12. അടുത്തത് 79ാമത്തെ ചോദ്യം, വൈറ്റമിൻ സിയുടെ രാസനാമം. വൈറ്റമിൻ സിയുടെ രാസനാമം എന്താണ്? അക്സോർബിക് ആസിഡ്. അക്സോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ രാസനാമം. അടുത്തത് 80ാമത്തെ ചോദ്യമാണ്, വൈറ്റമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത്. വൈറ്റമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫോളിക് ആസിഡ് എന്ന പേരിലാണ്. വൈറ്റമിൻ B9 രാസപരമായി അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ്. അടുത്തത് 81ാമത്തെ ചോദ്യം, റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ വൈറ്റമിൻ B2. വൈറ്റമിൻ B2. അടുത്തത് 82ാമത്തെ ചോദ്യം, ജീവകം ഡിയുടെ രാസനാമം. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. ഉത്തരം കാൽസിഫെറോൾ. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. 83ാമത്തെ ചോദ്യം, കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന മസ്തിഷ്ക ഭാഗം. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ഉത്തരം സെറിബ്രം. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. അടുത്തത് 84ാമത്തെ ചോദ്യം, ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 17. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. അടുത്തത് 85ാമത്തെ ചോദ്യമാണ്, ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം. ഉത്തരം കരൾ. ഉത്തരം കരൾ. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം കരൾ. അടുത്തത് രക്തം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ജീവകം. രക്തം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ജീവകം വൈറ്റമിൻ B9, ഫോളിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. രണ്ട് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാം. രക്തം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ജീവകം എന്താണ്? വൈറ്റമിൻ B9 ആണ്. അതുപോലെ തന്നെ ഫോളിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് വൈറ്റമിൻ B9. അടുത്തത് 87ാമത്തെ ചോദ്യമാണ്, HIV ആക്രമിക്കുന്ന ശരീരഭാഗം കോശം. HIV ആക്രമിക്കുന്ന ശരീരകോശം ഏതാണ്? ലിംഫോസൈറ്റ്. ഉത്തരം ലിംഫോസൈറ്റ്. 88ാമത്തെ ചോദ്യം, അമിനോ ആസിഡുകൾ ചേർന്നുണ്ടാകുന്ന പോഷക ഘടകം.
അമിനോ ആസിഡുകൾ ചേർന്നുണ്ടാകുന്ന പോഷക ഘടകം പ്രോട്ടീൻ. ഉത്തരം പ്രോട്ടീൻ. 89ാമത്തെ ചോദ്യം, ജീവകം എയുടെ അഭാവം കാരണമുണ്ടാകുന്ന നേത്രരോഗം. ജീവകം എയുടെ അഭാവം കാരണമുണ്ടാകുന്ന നേത്രരോഗം നിശാന്തത. ഉത്തരം നിശാന്തത. അടുത്തത് 90ാമത്തെ ചോദ്യമാണ്, കോശങ്ങളിലെ ഊർജനിലയം. കോശങ്ങളിലെ ഊർജനിലയം മൈറ്റോകോൺട്രിയ. ഉത്തരം മൈറ്റോകോൺട്രിയ. കോശങ്ങളിലെ ഊർജനിലയം മൈറ്റോകോൺട്രിയ. അടുത്തത് 91ാമത്തെ ചോദ്യമാണ്, മൈറ്റോകോൺട്രിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെല്ലാം? മൈറ്റോകോൺട്രിയ എന്നതൊരു കോശങ്ങളിലെ ഊർജനിലയമാണ്. അത് ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത്? കരൾ, മസ്തിഷ്കം, പേശി എന്നിവിടങ്ങളിലാണ് മൈറ്റോകോൺട്രിയ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അടുത്തത് 82ാമത്തെ ചോദ്യമാണ്, നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഉത്തരം മസ്തിഷ്കം, സുഷുമ്ന നാഡികൾ, ഗ്രാഹികൾ. അടുത്തത് 83ാമത്തെ ചോദ്യം, നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോണുകളാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ. 84ാമത്തെ ചോദ്യം, ന്യൂറോണിന്റെ കോശശരീരത്തിൽ നിന്നും പുറത്തേക്കു നീണ്ടു നിൽക്കുന്ന ഭാഗം ഡെൻഡ്രോൺ. ന്യൂറോണിന്റെ കോശശരീരത്തിൽ നിന്നും പുറത്തേക്കു നീണ്ടു നിൽക്കുന്ന ഭാഗം ഡെൻഡ്രോൺ. അടുത്തത് 95ാമത്തെ ചോദ്യമാണ്, ഡെൻഡ്രോണുകളുടെ ശാഖകൾ എന്നറിയപ്പെടുന്ന പേര്. ഡെൻഡ്രോണുകളുടെ ശാഖകൾ അറിയപ്പെടുന്ന പേരുകൾ ഡെൻഡൈറ്റുകൾ. ഡെൻഡൈറ്റുകൾ എന്നാണ് ഡെൻഡ്രോണിന്റെ ശാഖകൾ അറിയപ്പെടുന്നത്. ഇനി 96ാമത്തെ ചോദ്യം, സമീപത്തെ ന്യൂറോണിൽ നിന്നും കോശങ്ങൾ സ്വീകരിക്കുന്ന ന്യൂറോൺ ഭാഗം ഡെൻഡൈറ്റ്. 97ാമത്തെ ചോദ്യമാണ് അടുത്തത്, ന്യൂറോണിന്റെ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു. ന്യൂറോണിന്റെ കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. ഉത്തരം ആക്സോൺ. അടുത്തത് 98ാമത്തെ ചോദ്യമാണ്, സംവേഗങ്ങളെ കോശശരീരത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നത്. സംവേഗങ്ങളെ കോശശരീരത്തിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നത് എന്താണ്? ആക്സോണുകളാണ്. ഉത്തരം ആക്സോണുകൾ. 99ാമത്തെ ചോദ്യമാണ് അടുത്തത്, നാഡീകോശങ്ങളെയും ആക്സോണുകളെയും പൊതിഞ്ഞിരിക്കുന്ന തിളങ്ങുന്ന വെള്ള നിറമുള്ള കൊഴുപ്പ് സ്തരം എന്താണ്? നാഡീകോശങ്ങളെയും ആക്സോണുകളെയും പൊതിഞ്ഞിരിക്കുന്ന തിളങ്ങുന്ന വെള്ള നിറമുള്ള കൊഴുപ്പ് സ്തരം എന്താണ്? മയലിൻ ഷീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മയലിൻ ഷീറ്റ്. അടുത്തത് 100ാമത്തെ ചോദ്യമാണ്, മയലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലുള്ള മസ്തിഷ്ക ഭാഗത്തെ വിളിക്കുന്ന പേര്. മയലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കൂടുതലുള്ള മസ്തിഷ്ക ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്റർ എന്നാണ് വിളിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പം മയലിൻ ഷീറ്റുള്ള നാഡീകോശങ്ങൾ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗത്തെ വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നാച്ചുറൽ സയൻസിൽ നിന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസ് ലെവൽ മുതൽ റിവിഷൻ ബേസ് വരെയുള്ള കുറച്ചധികം 100 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ബാക്കി ചോദ്യങ്ങളുണ്ടായിരിക്കും. ഒരു 465 ചോദ്യങ്ങളോളം ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 465 ചോദ്യങ്ങളോളം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിലും അടുത്ത 100 ചോദ്യങ്ങൾ, അങ്ങനെ 4 ക്ലാസ്സോടൊക്കെ കൂടി തന്നെ നമ്മൾ ഈ 465 ചോദ്യങ്ങൾ നമ്മൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിക്കും. അതോടുകൂടി തന്നെ നമുക്ക് മനുഷ്യ ശരീരത്തെ പറ്റി ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാനായിട്ട് സാധിക്കും. അപ്പം വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ പ്രതീക്ഷിക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതിരിക്കാനാണ് ഇത്രയും ആക്കി നിർത്തുന്നത്. അപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോലെ മോക്ക് ടെസ്റ്റുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും. അതിന് കട്ട് ഓഫ് മാർക്ക് വെച്ച് തന്നെയായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.
താങ്ക് യു.